ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് പെപ്പർ ഫിഷ് ഫ്രൈ ആട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഈ ഫിഷ് ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നല്ല ഫ്രഷ് ഫിഷാണ് ആദ്യം തന്നെ വേണ്ടത്. അത് ചെറിയ ചെറിയ വിലയിട്ട് കഴുകി വെക്കുക, ഫ്രഷ് ആക്കി വെക്കുക. മസാലകൾ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മാത്രമേ ആവശ്യമുള്ളൂ, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. പിന്നെ ഇതിലേക്ക് മെയിനായിട്ട് നമ്മുടെ പെപ്പറാണ് വേണ്ടത്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയാണ്. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ഇട്ട് നല്ല അടിപൊളിയായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇതരക്കുമ്പോൾ നല്ല പേസ്റ്റ് പരുവത്തിലാവാം കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്ക് നല്ല പേസ്റ്റ് വെള്ളത്തിലാക്കി എടുക്കാം. അങ്ങനെ നമ്മൾ അരച്ചെടുത്ത് നല്ല പേസ്റ്റ് വെള്ളത്തിലായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ലെമൺ ജ്യൂസ് ഒന്ന് സ്ക്യൂസ് ചെയ്തെടുക്കാം. ഒരു ലെമൺ ഫുൾ വേണം. ഇനി നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ലെമൺ ജ്യൂസ് എല്ലായിടത്തും ആകുന്ന രീതിയിൽ മിക്സ് ചെയ്ത് നമുക്ക് എടുക്കാം. ഇനി നമ്മൾ റെഡിയാക്കി വെച്ച ഈ മസാല നമ്മുടെ ഈ ഫിഷിലോട്ടൊന്ന് പരട്ടി കൊടുക്കാം. ഇതേപോലെ എല്ലാ ഫിഷും നമുക്ക് ആക്കിയെടുക്കാം. ഈ മസാല നല്ലവണ്ണം ആക്കി എടുക്കാം, എന്നാൽ നമുക്ക് ഈ ഫിഷിന് നല്ല പിടിക്കുള്ളൂ. മസാലയൊക്കെ തേച്ച് അങ്ങനെ എല്ലാതും റെഡി ആയിട്ടുണ്ട്. ഇന്ന് 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. ഇനി ഇതൊന്ന് പൊരിച്ചെടുക്കാം. അപ്പോൾ അതിനൊരു പാനിലോട്ട് കുറച്ച് എണ്ണയും കറിവേപ്പില ഇട്ടിട്ട് നമുക്കൊന്ന് പൊരിച്ചെടുക്കാം കേട്ടോ. നല്ല ചൂടായ ശേഷം നമുക്ക് ഇതിലോട്ട് ഫിഷ് ഇട്ടെടുക്കേണ്ടത്. എല്ലാ ഫിഷ് ഇതിലോട്ട് ഇങ്ങനെ വെക്കുന്നുണ്ട്. നല്ല മുഴിച്ചിട്ട് നല്ല ടേസ്റ്റി ആവും. അപ്പം അങ്ങനെ മുഴിച്ച് നമുക്ക് ഇതൊന്ന് മറിച്ച് വിട്ടെടുക്കാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. ലൈക്കും ഷെയറൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ ട്രൈ ചെയ്തിട്ടുള്ള ഫീഡ്ബാക്ക് കമൻറ്റോടും ചെയ്യുക. അങ്ങനെ ഇതെല്ലാം മറിച്ചിട്ട് അങ്ങനെ റെഡി ആയി വരുന്നുണ്ട്. നല്ല പെപ്പർ സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് വേറെ പ്ലേറ്റിലോട്ട് ഇതൊക്കെ സെർവ് ചെയ്യാം. എങ്ങനെയുണ്ട് നോക്കുക. നല്ല സൂപ്പറായിട്ട് ടേസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. മസാല കുറച്ച് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇതിൻ്റെ ടെക്സ്ചർ നല്ല സോഫ്റ്റ് ആയിട്ടാട്ടോ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയർ സബ്സ്ക്രൈബൊക്കെ ചെയ്യുക. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വരെ ബൈ.